Next to theorem 56. If f of x element of capital F of x is a separable polynomial and if E over f is its splitting field. So നമുക്കൊരു പോളിനോമിയൽ എഫ് ഓഫ് എക്സിൽ നിന്ന് എടുത്തിട്ടുണ്ട്, അതൊരു സെപ്പറബിൾ പോളിനോമിയലാണ്. ഓക്കെ, കൂടാതെ എന്താണ് ഇ ഓവർ എഫ്, ഇ എന്ന് പറയുന്നത് അതിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് ഈ പോളിനോമിയലിൻ്റെ. അങ്ങനെ ആണെങ്കിൽ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. സോ ഓർഡർ ഓഫ് ദിസ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് ഈസ് ഈക്വൽ ടു എന്താണ്, ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ്. സോ ഇത്രയേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു സെപ്പറബിൾ പോളിനോമിയൽ ആണെന്നുണ്ടെങ്കിൽ ഗാൽവ ഗ്രൂപ്പ് ഓഫ് അതിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡിനെ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ് ആയിരിക്കും. ഓക്കെ, അത് തിയറം 51 സെക്കൻഡ് പാർട്ട്. തിയറം 51 സെക്കൻഡ് പാർട്ട് പറയുന്നത് എന്താണ്? തിയറം 51 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ലൈവായിട്ട് എടുത്ത ക്ലാസ്സാണത്. 51 എന്ന് പറയുന്ന തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അതിൻ്റെ ആ തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ. സിഗ്മ എന്ന് പറയുന്നത് എഫിൽ നിന്ന് എഫ് ഡാഷിലേക്കുള്ള ഒരു ഐസോമോർഫിസം ആണെങ്കിൽ നമുക്ക് അതിൻ്റെ എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നാണ് തിയറം 51 ഫസ്റ്റ് പാർട്ട് പറയുന്നത്. എങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും? ഇയിൽ നിന്ന് ഇ ഡാഷിലേക്ക്. ഇനി സെക്കൻഡ് പാർട്ട് തിയറം 51 സെക്കൻഡ് പാർട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സിഗ്മ ഫ്രം എഫ് ടു എഫ് ഡാഷ് എന്ന് പറയുന്ന ഒരു ഐസോമോർഫിസം എടുത്താൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന എത്ര ഐസോമോർഫിസംസ് നമുക്ക് കിട്ടും? ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ് ഐസോമോർഫിസംസ് കിട്ടും. അവിടെ ഒരു കണ്ടീഷനും പറയുന്നുണ്ട് 51 സെക്കൻഡ് പാർട്ടി. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു സെപ്പറബിൾ പോളിനോമിയൽ ആണെങ്കിൽ സിഗ്മയ്ക്ക് ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ് എക്സ്റ്റൻഷൻസ് കാണും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിഗ്മ എന്ന് പറയുന്ന ഒരു ഐസോമോർഫിസം എടുക്കുന്നു. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു സെപ്പറബിൾ പോളിനോമിയൽ ആണെങ്കിൽ സിഗ്മയ്ക്ക് ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ് എക്സ്റ്റൻഷൻസ് ഉണ്ടെന്നാണ് തിയറം 51 സെക്കൻഡ് പാർട്ട് പറയുന്നത്. സോ നമ്മൾക്ക് ഈ തന്നിരിക്കുന്ന ഹൈപ്പോത്തസിസ് വെച്ചിട്ട് തിയറം 51 സെക്കൻഡ് പാർട്ട് അപ്ലൈ ചെയ്യണം. സോ എനിക്കിവിടെ എഫ് എന്ന് പറയുന്നൊരു ഫീൽഡുണ്ട്. എഫ് ഡാഷ് ആയിട്ട് ഞാനിവിടെ എഫ് തന്നെയാണ് എടുക്കുന്നത്. അവിടെ രണ്ട് ഫീൽഡ്സാണ്. സോ ഇവിടെ ഞാൻ എഫ് ഡാഷും സെയിം ആയിട്ട് എടുക്കുന്നു. അതേപോലെ ഇയും ഇ ഡാഷും നമുക്ക് സിഗ്മയുടെ എക്സ്റ്റൻഷൻ ഇയിൽ നിന്ന് ഇ ഡാഷിലേക്കാണ് കിട്ടുക. ഇയും ഇ ഡാഷും ഞാൻ സെയിം ആയിട്ട് തന്നെ ഈക്വൽ ടു ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ആൻഡ് ഞാൻ എടുക്കുന്ന സിഗ്മ എന്ന് പറഞ്ഞാൽ എഫ് ഡാഷും സെയിം അല്ലേ. സോ സിഗ്മ എന്ന് പറയുന്നത് എഫിൽ നിന്ന് എഫിലേക്കുള്ളൊരു മാപ്പാണ്. അത് ഐഡൻറ്റിറ്റി മാപ്പായിട്ടാണ് ഞാൻ എടുക്കുന്നത്. സോ സിഗ്മ എന്ന് പറയുന്നത് എന്തിനെ ഫിക്സ് ചെയ്യുന്ന ഐസോമോർഫിസമാണ്? എഫിനെ ഫിക്സ് ചെയ്യുന്ന ഐസോമോർഫിസമാണ്. സിഗ്മ ഫ്രം എഫ് ടു എഫ് ഐഡൻറ്റിറ്റി മാപ്പാണ്. അങ്ങനെ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സെപ്പറബിൾ പോളിനോമിയലാണ്. സോ തിയറം 51 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിഗ്മയ്ക്ക് എത്ര എക്സ്റ്റൻഷൻസ് ഉണ്ടെന്ന് കിട്ടും? ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ് എക്സ്റ്റൻഷൻസ് ഓഫ് സിഗ്മ ഉണ്ടെന്ന് കിട്ടും. സോ there are degree of E over F extensions of sigma. പിന്നെ എനിക്കിവിടെ കിട്ടുന്ന ഈ എക്സ്റ്റൻഷൻസ് ഓരോന്നും സിഗ്മ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തല്ലോ. എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്തത് സിഗ്മ ടിൽഡ എന്ന് പറഞ്ഞാണ് നമ്മളൊക്കെ അവിടെ കിട്ടുക. ഐസോമോർഫിസം നമ്മൾ ഡിനോട്ട് ചെയ്യുക. അത് എവിടുന്ന് എങ്ങോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? ഇയിൽ നിന്ന് ഇ ഡാഷിലേക്ക്. പക്ഷേ ഇയും ഇ ഡാഷും സെയിം ആയത് കാരണം നമുക്ക് ഇ ഓവർ എഫ് എക്സ്റ്റൻഷൻസ് ഓഫ് സിഗ്മ കിട്ടും. ആ എക്സ്റ്റൻഷൻസ് എവിടുന്ന് എങ്ങോട്ടാണ്? ഓരോ സിഗ്മ ടിൽഡയും ഇയിൽ നിന്ന് ഇയിലേക്ക് തന്നെയാണ്. പിന്നെ അത് ഓരോന്നും എന്തിനെ ഫിക്സ് ചെയ്യും? സിഗ്മ എഫിനെ ഫിക്സ് ചെയ്യും. എഫിൽ നിന്ന് എഫിലേക്കുള്ള ഐഡൻറ്റിറ്റി മാപ്പാണ് സിഗ്മ. ഓരോ എക്സ്റ്റൻഷനും സിഗ്മയുടെ എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് തന്നെ ഓരോ എക്സ്റ്റൻഷനും എഫിനെ ഫിക്സ് ചെയ്യുന്നത് നമുക്ക് കിട്ടും. ഓക്കെ, സോ നമുക്കിപ്പോൾ ഇ ഓവർ എഫ് എക്സ്റ്റൻഷൻസ് കിട്ടി. അതിൽ ഓരോ എക്സ്റ്റൻഷനും എന്താണ്? ഇയിൽ നിന്ന് ഇയിലേക്കുള്ള ഐസോമോർഫിസമാണ്, എഫിനെ ഫിക്സ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ആണെങ്കിൽ ആ ഓരോ എക്സ്റ്റൻഷനും എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫിലെ എലമെൻ്റ് ആണ്. ഓക്കെ, സോ there are degree of E over F extensions. ഓരോന്നും എന്താണ്? ഓട്ടോമോർഫിസംസ് ഓഫ് ഇ ദാറ്റ് ഫിക്സ് എഫ്. സോ നമുക്കിവിടെ കിട്ടുന്ന അതിൻ്റെ പ്രത്യേകത എഫ് ഈക്വൽ ടു എഫ് ഡാഷ്, ഇ ഈക്വൽ ടു ഇ ഡാഷ്, എഫിൽ നിന്ന് എഫിലേക്കുള്ള ഐഡൻറ്റിറ്റി മാപ്പായിട്ടാണ് സിഗ്മ എടുത്തിരിക്കുന്നത്. ഇത്രയും എടുത്തിട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇയിൽ നിന്ന് ഇയിലേക്കുള്ള ഐസോമോർഫിസം. ദാറ്റ് മീൻസ് ഇയിൽ നിന്ന് ഇയിലേക്കുള്ള ഐസോമോർഫിസം മീൻസ് എന്താണ്? ഓട്ടോമോർഫിസം ഓണി ദാറ്റ് എഫിനെ ഫിക്സ് ചെയ്യുന്നുണ്ട്. കാരണം സിഗ്മ എന്ന് പറയുന്നത് എഫിനെ ഫിക്സ് ചെയ്യുന്നു. സിഗ്മയുടെ എക്സ്റ്റൻഷനാണ് ഓരോ സിഗ്മറ്റുള്ളത്. അതുകൊണ്ട് അതും എഫിനെ ഫിക്സ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടി? there are degree of E over F ഓട്ടോമോർഫിസംസ് ഓഫ് ഇ ദാറ്റ് ഫിക്സ് എഫ്. ഇനി ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫിനകത്തെ എലമെൻറ്റ്സ് എന്താണ്? ഓട്ടോമോർഫിസംസ് ഓൺ ഇ ദാറ്റ് ഫിക്സ് എഫ്. എഫിനെ ഫിക്സ് ചെയ്യുന്ന ഓട്ടോമോർഫിസത്തിൻ്റെ കളക്ഷൻ അല്ലേ. സോ ഓർഡർ ഓഫ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് എന്ത് തന്നെയാണെന്ന് കിട്ടും? ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ്. കാരണം എന്താണ്? ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ് ഓട്ടോമോർഫിസംസ് ഓൺ ഇ ദാറ്റ് ഫിക്സ് എഫ് എന്നാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഓർഡർ ഓഫ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് ഈസ് ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ്. ഓക്കെ,
ഇനി അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഞാൻ എഫ് ഓഫ് എക്സ്, അത് ഇവിടെ പറയുന്ന ഇത്രയും കാര്യമില്ല. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സെപ്പറബിൾ പോളിനോമിയൽ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഇ ആയിട്ട് എടുത്തിട്ട് ഓർഡർ ഓഫ് ഗാൽവോ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് എടുത്ത് അത് ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ് ആയിരിക്കുന്നു. സോ ഞാൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന പോളിനോമിയൽ എടുത്താൽ അത് സെപ്പറബിൾ ആണ്. കാരണം എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന പോളിനോമിയൽ ഇറഡ്യൂസിബിൾ ഓവർ ആറാണ്. കാരണം അതിനെ എന്താണ് എക്സ് പ്ലസ് ഐ ഇൻറ്റു എക്സ് മൈനസ് ഐനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആറിൽ ആ ഫാക്ടറൈസേഷൻ ഇല്ല, ആ ഫാക്ടറൈസേഷൻ സിയിലാണ് പോസിബിൾ. സോ അതുകൊണ്ട് തന്നെ എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന പോളിനോമിയൽ എന്താണ്, ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ്. അതിന് റിപ്പീറ്റഡ് റൂട്ട്സ് ഒന്നുമില്ല. ഐയും മൈനസ് ഐയും രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് അല്ലേ, ഡിഫറെൻറ്റ് റൂട്ട്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പോളിനോമിയൽ സെപ്പറബിൾ ആണ്. ഇതിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്താണ്, ഓവർ ആറല്ലേ. സോ ആറിനോട് കൂടി ഇതിൻ്റെ റൂട്ട് അറ്റാച്ച് ചെയ്യണം. ഐയും മൈനസ് ഐ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഐ ഉണ്ടെങ്കിൽ മൈനസ് ഐ ഉണ്ടായിക്കോളും. സോ ആർ ഓഫ് ആറിനോട് കൂടി ഐ അറ്റാച്ച് ചെയ്യുന്നു. റിയൽ നമ്പേഴ്സിനോട് കൂടി ഐ അറ്റാച്ച് ചെയ്ത് എന്താ കിട്ടുന്നത്, സി. സോ സി ആണ് ഇതിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ്. ഡിഗ്രി ഓഫ് സി ഓവർ ആർ എന്ന് പറയുന്നത് എന്താണ്, 2 ആണ്. നമുക്കറിയാം സി ഈസ് എ വെക്ടർ സ്പേസ്, നമ്മൾ ലീനിയർ ആൾജിബ്ര പഠിക്കുന്ന സി ഈസ് എ വെക്ടർ സ്പേസ് ഓവർ ആർ. അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഡയമെൻഷൻ 2 ആണ്. കാരണം എന്താ, 1ഉം ഐയും ആണ് അതിൻ്റെ ബേസിസ്. സോ ഡിഗ്രി ഓഫ് സി ഓവർ ആർ 2 ആണ്. അങ്ങനെ ആണെങ്കിൽ ഈ പോളിനോമിയൽ സെപ്പറബിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് നമുക്ക് കിട്ടി. അങ്ങനെ ആണെങ്കിൽ ഈ തിയറം 56 അപ്ലൈ ചെയ്താൽ എന്ത് പറയാം, ഗാൽവോ ഗ്രൂപ്പ് ഓഫ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് സി ആണ്. ഗാൽവോ ഗ്രൂപ്പ് ഓഫ് സി ഓവർ ആർ ഈസ് സെയിം ആസ് ഇൻഡെക്സ് ഓഫ് സി ഓവർ ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എക്സാമ്പിൾ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 1. ക്യൂ ഓഫ് എക്സിലെ പോളിനോമിയലാണ്, അത് സെപ്പറബിൾ ആണ്. കാരണം നോക്കുക, എക്സ് ക്യൂബ് മൈനസ് 1 എനിക്ക് ഇറഡ്യൂസിബിൾസ് പോളിനോമിയൽസിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം. എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് ഡിഗ്രി 1 ഉള്ളൊരു ഏത് പോളിനോമിയൽ എടുത്താലും അത് ആ ഫീൽഡിൽ ഇറഡ്യൂസിബിൾ ആണ്. ഓക്കെ, സോ എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ക്യൂ ഓഫ് എക്സ് ആണ്. അതേപോലെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് നമ്മളൊരു പീത്ത് സൈക്ലോട്ടോമിക് പോളിനോമിയൽ എന്ന് പറഞ്ഞായിരുന്നു. അതെന്താണ്, 1 പ്ലസ് എക്സ് പ്ലസ് എക്സെട്ര എക്സ് റൈസ് ടു പി മൈനസ് 1. സോ ഇതെന്ന് പറയുന്നത് തേർഡ്, പിയുടെ പ്ലേസിൽ 3 ആണ്. തേർഡ് സൈക്ലോട്ടോമിക് പോളിനോമിയലാണ് 1 പ്ലസ് എക്സ് സ്ക്വയർ. സോ അത് ഇറഡ്യൂസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ സോ ഈസ് ദ ഫാക്ടറൈസേഷൻ ഇൻറ്റു ഇറഡ്യൂസിബിൾസ്. അതേപോലെ ഈ പോളിനോമിയൽസിൻ്റെ റൂട്ട് നോക്കുക, റിപ്പീറ്റഡ് റൂട്ട്സ് ഉണ്ടാകാനും പാടില്ല. അങ്ങനെ ആണെങ്കിലല്ലേ സെപ്പറബിൾ ആവും. എക്സ് മൈനസ് 1ൻ്റെ റൂട്ട് 1, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 നിങ്ങൾ ക്വാഡ്രാറ്റിക് ആണ്, ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. സോ അത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, എക്സ് ഈക്വൽ ടു ഒമേഗയും മൈനസ് ഒമേഗ സ്ക്വയറുമാണ് നമുക്ക് കിട്ടുന്നത്. ഒമേഗ എന്ന് പറയുന്നത് -1/2 പ്ലസ് ഐ ഇൻറ്റു √3/2. ഒമേഗ സ്ക്വയർ -1/2 ഒമേഗയുടെ കോഞ്ചുഗേറ്റ് മൈനസ് ഐ ഇൻറ്റു √3/2 എന്ന് കിട്ടും. ഓക്കെ, സോ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ആണ് എല്ലാത്തിനും. ഞാൻ ഇ എന്ന് പറയുന്നത് സോ പോളിനോമിയൽ സെപ്പറബിൾ ആണെന്ന് കിട്ടി. ഇനി ഇ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡായിട്ട് എടുക്കുന്നു ഓവർ ക്യൂ. അങ്ങനെ ആണെങ്കിൽ ഇ എന്ന് പറയുന്നത് എന്താവും, ക്യൂവിനോടുകൂടി ഈ പോളിനോമിയൽസിൻ്റെ റൂട്ട് അറ്റാച്ച് ചെയ്യുന്നത് 1 ഒമേഗ സ്ക്വയർ. അത് ദാറ്റ് ഈസ് 1 ഓൾറെഡി ക്യൂവിലുണ്ട്. സോ 1 ഇനി അറ്റാച്ച് ചെയ്താലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ഒമേഗ, സോ ക്യൂ ഓഫ് ഒമേഗ ഉണ്ടെങ്കിൽ ഒമേഗയുടെ കോഞ്ചുഗേറ്റായ ഒമേഗ സ്ക്വയറും ഉണ്ട് അതിനകത്ത്. സോ ക്യൂ ഓഫ് ഒമേഗയാണ് ഇതിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ്. വേറെ ഒമേഗ ഇസ് ദി പ്രിമിറ്റീവ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റ്. ഓക്കെ, എക്സ് ക്യൂബ് മൈനസ് 1 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 1/1/3. സോ റൂട്ട്സ് 1 ഒമേഗ സ്ക്വയർ വരും. ഓക്കെ, ഇനി അങ്ങനെ ആണെങ്കിൽ ഈ പോളിനോമിയൽ സെപ്പറബിൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് പറയാം, ഓർഡർ ഓഫ് ഗാൽവോ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ ക്യൂ ഈസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് ഇ ഓവർ ക്യൂ. ഇ എന്ന് പറയുന്നത് ക്യൂ ഓഫ് ഒമേഗ. സോ ഡിഗ്രി ഓഫ് ക്യൂ ഓഫ് ഒമേഗ ഓവർ ക്യൂ. ഇനി ഇത് ഡിഗ്രി ഓഫ് എഫ് ഓഫ് ആൽഫ ഓവർ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് ദി ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ എഫ്. സോ ഒമേഗ റൂട്ടായിട്ട് വരുന്ന ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ ഡിഗ്രി. ഒമേഗ റൂട്ടായിട്ട് വരുന്ന ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്താണ്, എക്സ് ക്യൂബ് മൈനസ് 1 അല്ല. ഇറഡ്യൂസിബിൾ പോളിനോമിയൽ മീൻസ് നമ്മൾ എന്താണ് അവിടെ മിനിമൽ ഡിഗ്രി പോളിനോമിയലാണ് നോക്കേണ്ടത് ക്യൂ ഓഫ് എക്സിൽ. സോ ഒമേഗ ഇസ് ദ റൂട്ട് ഓഫ് ദി ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഈ പോളിനോമിയലിൻ്റെ റൂട്ടാണ്. ഈ പോളിനോമിയൽ ഇറഡ്യൂസിബിളും ആണ്. സോ അതുകൊണ്ട് തന്നെ മിനിമൽ പോളിനോമിയൽ ആയിരിക്കണമല്ലോ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ഒമേഗ ഓവർ ക്യൂ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഡിഗ്രിയോട് ഈക്വൽ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2. സോ ഗാൽവോ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫിൻ്റെ ഡിഗ്രി 2 എന്ന് കിട്ടും. സോ നമ്മൾ ആ തിയറം ഉപയോഗിച്ചാണ് ഇത് കണ്ടുപിടിക്കുക. കാരണം നമുക്ക് ഓർഡർ ഓഫ് ഗാൽവോ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് എത്രയാണെന്ന് അറിയില്ല. അത് ഈക്വൽ ടു ഇൻഡെക്സ് ഡിഗ്രി ഓഫ് ഇ ഓവർ ക്യൂ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി നെക്സ്റ്റ് അടുത്ത എക്സാമ്പിൾ നോക്കുക. ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 2 എലമെൻറ്റ് ഓഫ് ക്യൂ ഓഫ് എക്സ്. ഇനി അത് സെപ്പറബിൾ ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഈ പോളിനോമിയൽ എന്താണ്, ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ്. ഈ തന്നിരിക്കുന്ന പോളിനോമിയൽ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല, ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ്. കാരണം അത് ഐസൻസ്റ്റീൻസ് ക്രൈറ്റീരിയം വെച്ച് കിട്ടും. പി ഈക്വൽ ടു 2 എടുത്താൽ മതി.
പി ഈക്വൽ ടു 2 എടുത്താൽ എന്താണ്, ഈ -2നെ അത് ഡിവൈഡ് ചെയ്യും. എൻ്റെ എക്സ് ക്യൂബിൻ്റെ കോഷ്യൻ്റ് 1 ആണ്, അതിനെ ഡിവൈഡ് ചെയ്യുന്നില്ല. ഇനി പി സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, P2 അല്ലേ, പി സ്ക്വയർ 4, ദാറ്റ് ഡസ് നോട്ട് ഡിവൈഡ് ദിസ് കോൺസ്റ്റൻറ്റ് ടേം -2. സോ അതുകൊണ്ട് തന്നെ ഐസൻസ്റ്റീൻസ് ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യും വിത്ത് പി ഈക്വൽ ടു 2. സോ ഈ പോളിനോമിയൽ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആണ്. സോ ഇതിനെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി x³ - 2ൻ്റെ റൂട്ട്സ് നോക്കാം. ഇനി ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആണ്, പിന്നെ ഇതിന് റിപ്പീറ്റഡ് റൂട്ട്സ് ഇല്ലെന്നും കിട്ടിയാൽ എന്താണ്, സെപ്പറബിൾ ആയിക്കോളുമല്ലോ. സോ x³ - 2 = 0, x³ = 2, x = എന്താണ് 2⁻1/3 അല്ല. 2⁻1/3 എന്ന് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഒരു റൂട്ടല്ലേ കിട്ടുള്ളൂ. പക്ഷേ എന്താണ്, ഇതൊരു ക്യൂബിക് പോളിനോമിയലല്ലേ, അതുകൊണ്ട് തന്നെ 3 റൂട്ട്സ് ഉണ്ട്. സോ x = ഞാൻ 2 × 1 എന്ന് കൊടുക്കുന്നു, ⁻1/3. സോ 2⁻1/3 × 1⁻1/3. 1⁻1/3 എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2⁻1/3 × 1 ω² സോ റൂട്ട്സ് എന്ത് വരും, മൾട്ടിപ്ലൈ ആയി 2⁻1/3. സോ 2⁻1/3, 2⁻1/3 ω, 2⁻1/3 ω². ഇതാണ് ഈ ഇക്വേഷൻ്റെ 3 റൂട്ട്സ്. അങ്ങനെ ആണെങ്കിൽ സ്പ്ലിറ്റിംഗ് ഫീൽഡ് E ഓഫ് G ഓഫ് എക്സ്. സോ സ്പ്ലിറ്റിംഗ് ഫീൽഡ് അതിനെ ഞാൻ E എന്ന് ഡിനോട്ട് ചെയ്താൽ അതെന്താണ്, Q ഓഫ് എക്സിലെ പോളിനോമിയൽ. സോ ക്യൂവിനോട് കൂടി ഈ 3 റൂട്ട്സ് അറ്റാച്ച് ചെയ്യണം. 2⁻1/3, 2⁻1/3 ω, 2⁻1/3 ω². ഇനി ഞാൻ ക്ലെയിം ചെയ്യുവാണ് E എന്ന് പറയുന്നത് ഇത്രയും അറ്റാച്ച് ചെയ്താൽ ദാറ്റ് ഈസ് സെയിം ആസ് എന്താണ്, ക്യൂവിനോട് കൂടി ഈ 2⁻1/3 ഒമേഗയും മാത്രം അറ്റാച്ച് ചെയ്താൽ മതി. ഈസ് ഈക്വൽ ടു Q 2⁻1/3 ω. ഈ 2 എലമെൻറ്റ്സ് അറ്റാച്ച് ചെയ്താൽ മതി. നമുക്ക് കിട്ടുന്ന ഫീൽഡ് ഇത് തന്നെയായിരിക്കും, ഇവിടെ പറഞ്ഞിരിക്കുന്ന E തന്നെയായിരിക്കും ഇതും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഫസ്റ്റ് ഈ സബ്സെറ്റ് ഓഫ് E എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ Q ഇതാണ് നമ്മൾ ഫസ്റ്റ് എഴുതിയിരിക്കുന്ന ഈ 3 എലമെൻറ്റ്സ് അറ്റാച്ച് ചെയ്തതിനാണ് ഞാൻ E കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ E എന്ന് പറയുന്ന സബ്സെറ്റ് ഓഫ് Q 2⁻1/3 ω എന്ന് ആദ്യം പ്രൂവ് ചെയ്യാൻ പോവാണ്. സോ അതിന് വേണ്ടിയിട്ട് എന്താണ്, ഈ ക്യൂവിനോടുകൂടി ഇവിടെ അറ്റാച്ച് ചെയ്ത 3 എലമെൻറ്റ്സും ഈ Q 2⁻1/3 ω എന്ന് പറയുന്ന സെറ്റിലുണ്ടെന്ന് കാണിച്ചാൽ മതി. 2⁻1/3 എന്തിനകത്തുണ്ട്, Q 2⁻1/3 ഒമേഗയ്ക്കകത്തുണ്ട്. അതേപോലെ 2⁻1/3 ഒമേഗ ഉള്ളത് കാരണം 2⁻1/3 × ഒമേഗയും വരും. അതേപോലെ 2⁻1/3 ഒമേഗ ഉള്ളതാണ് 2⁻1/3 × ω അതാണ് 2⁻1/3 ω². സോ ഈ 3 എലമെൻറ്റ്സും എന്തിനകത്തുണ്ടെന്ന് കിട്ടി, Q 2⁻1/3 ഒമേഗയിൽ. അങ്ങനെ ആണെങ്കിൽ E എന്ന് പറഞ്ഞാൽ ഈ 3 എലമെൻറ്റ്സ് അറ്റാച്ച് ചെയ്ത് ഈ 3 എലമെൻറ്റ്സും ഉണ്ടെങ്കിൽ എന്താണ്, ഈ E എന്ന് പറയുന്നത് എന്തിനകത്ത് കാണും, സബ്സെറ്റ് ഓഫ് Q 2⁻1/3 ω എന്ന് കിട്ടും. ഇനി തിരിച്ച് Q 2⁻1/3 ω സബ്സെറ്റ് ഓഫ് E എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, 2⁻1/3 ഒമേഗയും ഈ 2 എലമെൻറ്റ്സ് എന്തിനകത്തുണ്ടെന്ന് കാണിക്കണം, ഈ Eക്കകത്തുണ്ടെന്ന് കാണിക്കണം. 2⁻1/3 ഡയറക്റ്റ്ലി Eക്കകത്തുണ്ട്, കാരണം എന്താ, ഇവിടെ 2⁻1/3 തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇനി ഒമേഗ Eക്കകത്തുണ്ടെന്ന് കാണിക്കണം. ഒമേഗ Eക്കകത്തുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്, ഒമേഗ ഇതിനകത്ത് Eക്കകത്ത് ഒരു എലമെൻ്റാണ് 2⁻1/3 ഒമേഗയും 2⁻1/3. സോ ആ 2⁻1/3 ω ബൈ 2⁻1/3 ചെയ്യുന്നത് അതിൽ ഈ 2 എലമെൻറ്റ്സ് ഡിവൈഡ് ചെയ്യുന്നത് എന്തിനകത്തുണ്ട്, Eക്കകത്തുണ്ട്. ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 2⁻1/3 ക്യാൻസലായിട്ട് ഒമേഗ തന്നെ കിട്ടുന്നത്. സോ ഒമേഗ എലമെൻറ്റ് ഓഫ് E എന്ന് കിട്ടും. സോ 2⁻1/3 ഒമേഗയും Eക്കകത്തുണ്ട്, അതുകൊണ്ട് തന്നെ എന്താണ്, Q 2⁻1/3 ω സബ്സെറ്റ് ഓഫ് E എന്ന് കിട്ടും. സോ രണ്ടും ഇൻക്ലൂഷൻസും കിട്ടി, അതുകൊണ്ട് തന്നെ എന്ത് പറയാം, ഇത് ഈക്വൽ ആണ്. E = Q 2⁻1/3 ω എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഈ പോളിനോമിയൽ സെപ്പറബിൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് പറയാം, ഓർഡർ ഓഫ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് E ഓവർ Q ഈസ് ഈക്വൽ ടു ഇൻഡെക്സ് ഓഫ് ഡിഗ്രി ഓഫ് E ഓവർ Q എന്ന് കിട്ടും. E എന്ന് പറഞ്ഞാൽ Q 2⁻1/3 ω ഓവർ Q. ഇനി നമ്മൾ നേരത്തെ ഒരു തിയറം പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ ടവർ റൂള്, F സബ്സെറ്റ് ഓഫ് B സബ്സെറ്റ് ഓഫ് E ആണെങ്കിൽ കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ എനിക്ക് Q സബ്സെറ്റ് ഓഫ് Q 2⁻1/3 ആണ്, അത് സബ്സെറ്റ് ഓഫ് എന്താണ്, Q 2⁻1/3 ω. ഒരു ഒമേഗയും കൂടെ അറ്റാച്ച് ചെയ്താൽ അതിനേക്കാൾ ചെറിയ ഫീൽഡായിരിക്കും Q 2⁻1/3. സോ ടവർ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് പറയാം, ഈ ഡിഗ്രിയെ മാറ്റി എനിക്ക് എങ്ങനെ എഴുതാം, ഡിഗ്രി ഓഫ് Q 2⁻1/3 ω ഈസ് ടു Q 2⁻1/3 ഇൻറ്റു ഡിഗ്രി ഓഫ് Q 2⁻1/3 ഈസ് ടു Q ഓവർ Q. ഇനി ഫസ്റ്റ് വണ്ണിൻ്റെ പ്ലേസിൽ ഈ F ഓഫ് ആൽഫ ഓവർ F എന്ന് പറയുന്ന പോലെ F ആയിട്ട് Q 2⁻1/3 ആണ് ഇവിടെ ഫിക്സ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. സോ ഇതെന്താണ്, ഡിഗ്രി ഓഫ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ഒമേഗ ഓവർ Q 2⁻1/3. അടുത്തത് ഡിഗ്രി ഓഫ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് 2⁻1/3 ഓവർ Q. ഇനി ഈ ഡിഗ്രി ഓഫ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ഒമേഗ Q 2⁻1/3 എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഗ്രി ഓഫ് ദി ഇറഡ്യൂസിബിൾ ഒമേഗ റൂട്ടായിട്ട് വരുന്ന ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഇൻ Q 2⁻1/3 ഡിഗ്രി. ഒമേഗ റൂട്ടായിട്ട് വരുന്ന Q 2⁻1/3 പോളിനോമിയൽ ഏതാണ്, സ്മോളസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. നമുക്കറിയാം x² + x + 1 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ടാണ് ഒമേഗ.
അത് ക്യൂ ഓഫ് എക്സിലെ പോളിനോമിയലല്ലേ, അതുകൊണ്ട് തന്നെ Q2⁻⁴ പോളിനോമിയലാണ്. സോ ഇവിടെ നിങ്ങൾ ഡയറക്റ്റ് ഈ x³ - 2 എടുക്കരുത്, ഒമേഗ റൂട്ടായിട്ട് വരും എന്ന് പറയുമ്പോൾ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഡിഗ്രി ഓഫ് x² + x+1 അതേപോലെ 2⁻⁴ റൂട്ടായിട്ട് വരുന്ന Q ഓഫ് എക്സിലെ പോളിനോമിയൽ ഏത് തന്നെയാണ്? x³ - 2 ആണ് റെഡ്യൂസിബിൾ പോളിനോമിയൽ. സോ ഡിഗ്രി ഓഫ് x³ - 2 ദാറ്റ് ഈസ് 2 × 3, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഹെൻസ് ബൈ തിയറം. ഇനി തിയറം 55 എന്ന് പറയുന്നത് എന്താണ്? ഗാൽവ ഗ്രൂപ്പ് ഓഫ്, നമുക്കിപ്പോൾ ഓർഡർ ഓഫ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് E/Q എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടി? 6 എന്ന് കിട്ടി. ഇനി തിയറം 55 പറയുന്നത് എന്തായിരുന്നു? ഗാൽവ ഗ്രൂപ്പ് ഓഫ് E/Q എടുത്തു കഴിഞ്ഞാൽ ഒരു പോളിനോമിയലിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എടുത്തിട്ട് അതിൻ്റെ ഗാൽവ ഗ്രൂപ്പ് എടുത്താൽ ദാറ്റ് ഈസ് ഐസോമോർഫിക് ടു എ സബ് ഗ്രൂപ്പ് ഓഫ് Sn എന്ന്. n എന്ന് പറയുന്നത് എന്താണ്? ആ പോളിനോമിയലിന് എത്ര റൂട്ട്സ് ഉണ്ടെന്ന്. ഇവിടെ ഈ പോളിനോമിയലിന് എത്ര റൂട്ട്സ് ഉണ്ട്? 3 റൂട്ട്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗാൽവ ഗ്രൂപ്പ് ഈസ് ഐസോമോർഫിക് ടു എ സബ് ഗ്രൂപ്പ് ഓഫ് S3 എന്നാണ് കിട്ടുന്നത്. പക്ഷേ എന്താണ് ഓർഡർ ഓഫ് ദിസ് ഗാൽവ ഗ്രൂപ്പ് ഇവിടെ എന്ത് തന്നെയാണ്? S3യുടെ ഓർഡർ ആയ 6 തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഈ കേസിൽ സബ് ഗ്രൂപ്പായിട്ടല്ല, ഓക്കെ, S3യുടെ സബ് ഗ്രൂപ്പ് S3 ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് S3 ഇറ്റ്സെൽഫ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഗാൽവ ഗ്രൂപ്പ് ഓഫ് E/Q എന്തുമായിട്ടാണ് ഐസോമോർഫിക്? S3 ആയിട്ട് തന്നെയാണ് ഐസോമോർഫിക്. ഓക്കെ.